വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ലിയോ ഇല്ല കേട്ടോ. ലിയോ വന്നിട്ടില്ല എന്ന് നിങ്ങളോടൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ലിയോ ഇല്ല, ഞാനും ലാവിയും കൂടെയാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാ പെറ്റ് പാരൻസും അവരുടെ ലൈഫിൽ അവരുടെ പെറ്റ്സിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അത്രയും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോം റെമഡീനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തവർ വളരെ 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 കുറവാണ്. അപ്പോൾ നിങ്ങൾ ആരും ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ ഇനി തൊട്ട് നിങ്ങളും ഇത് യൂസ് ചെയ്ത് പോകും. അത്രയ്ക്കും ഗുണങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഡോഗ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇവരുടെ ചെറിയ ചെറിയ അസുഖങ്ങൾ മുതൽ ഇവർക്കുണ്ടാവുന്ന വലിയ വലിയ ഹെൽത്ത് ഇഷ്യൂസ് വരെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാകും. ചിലർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഗസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോ എന്താ സംഭവം എന്നുള്ളത്. ഇതാണ് ആപ്പിൾ സിഡർ വിനീഗർ. തീരുമ്പം ലിയോ ലാവിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗർ. അങ്ങനെ ഒരു ബോട്ടിൽ തീർന്നിട്ട് ഇപ്പം നമ്മളിത് പുതിയത് ഇപ്പോൾ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടേ ഉള്ളൂ. അത്രയ്ക്കും ലിയോ ലാവിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റാണിത്. ഇവരുടെ ഒരു സ്കിൻ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 5 പ്രൊഡക്റ്റിൽ ഏറ്റവും നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇത്. അത്രയ്ക്കും നമ്മൾ ലിയോ ലാവിക്ക് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ മനസ്സിലായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലിയോനും ലാവിക്കും ഒരു സ്കിൻ ഇഷ്യൂ വന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഒരു ഡോക്ടറാണ് ഇത് സജസ്റ്റ് ചെയ്ത് തന്നത്, നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ ലിയോ ലാവിയുടെ സ്കിന്നിനും കുറച്ചും കൂടി നല്ല നല്ല ഹെൽത്തി സ്കിന്നൊക്കെ ആയിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു മാജിക് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത്. അതിന് ശേഷം പിന്നെ നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്താണ് ഈ ആപ്പിൾ സിഡർ വിനീഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗറിൽ ലാക്റ്റിക് ആസിഡും സിട്രിക് ആസിഡും അതേപോലെ അസിറ്റിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഒരു പെറ്റിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം ഇതെല്ലാം ഒരൊറ്റ പ്രൊഡക്റ്റിലുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല എന്തൊക്കെ ഗുണങ്ങളായിരിക്കും ഇത് കാരണം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത്, എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം. അതിന് മുമ്പേ ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ മനുഷ്യരും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഓറലിയും യൂസ് ചെയ്യാറുണ്ട്, എക്സ്റ്റേണലിയും യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് പെറ്റ്സിൻ്റെ കേസിൽ. ഇവർക്കിത് നമുക്ക് കഴിക്കാനും കൊടുക്കാൻ പറ്റും, എക്സ്റ്റേണലിയും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഓറലി നമ്മളിത് ഇവർക്ക് കൊടുക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ പേരെന്താണ്? ആപ്പിൾ സിഡർ വിനീഗർ എന്നാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ് ഒക്കെ ആയതുകൊണ്ട് ഇതിനൊരു അസിഡിക് നേച്ചറാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ pH വാല്യൂയും ഇതിൻ്റെ pH വാല്യൂയും ഡിഫറെൻ്റ് ആണ്. നമ്മളിത് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ pH വാല്യൂ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അപ്പോൾ ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.1 to 5ൻ്റെ ഇടയിലാണ് വരുന്നത്. ഇവരുടെ pH വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? എന്താ നീ പറ, എത്രയാ പറ. പറ. തെറ്റ് 6 to 6.5 ആണ് ഇവരുടെ pH വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് ഇവർക്ക് ഡയറക്റ്റ് ഓറലി കഴിക്കാനായിട്ട് കൊടുക്കുമ്പം ഇവരുടെ pH വാല്യൂ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ pH വാല്യൂ ഇവർക്ക് കൂടുന്ന സമയത്ത് ഇവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരും. അതായത് കിഡ്നി സ്റ്റോൺ വരാൻ സാധ്യതയുണ്ട്, സ്കിൻ അലർജി വരാനുള്ള സാധ്യതയുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പല പ്രശ്നങ്ങൾ, അതായത് വോമിറ്റിംഗ്, ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഇവരുടെ pH വാല്യൂ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുമ്പോഴാണ് ഇവർക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഓറലി നമ്മൾ ഒരു ഡയറക്ഷനും ഇല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടത്തിനുള്ള ഡോസ് ഇവർക്ക് കൊടുക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കിത് ഓറലി ഇവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഏജ്, ഇവരുടെ വെയിറ്റ്, ഇതൊക്കെ നിങ്ങളൊരു വെറ്റിനറി ഡോക്ടറോട് ചോദിച്ച് എത്ര ഡോസ് ഇവർക്ക് കൊടുക്കാമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളിത് കൊടുക്കുക. പക്ഷേ എക്സ്റ്റേണലി നമുക്കിത് ധൈര്യത്തിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എക്സ്റ്റേണലി നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം ഇത് അസിഡിക് നേച്ചർ ഉള്ളത് കൊണ്ട് നമ്മളിത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഡൈല്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തോ? പറ.
ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടത്തിന് ഡൈല്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഡൈല്യൂട്ട് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് 50:50 ആണ്. അതായത് പകുതി വെള്ളം പകുതി ആപ്പിൾ സിഡർ വിനീഗർ അങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് എത്ര മെഷർമെൻറ്റിലാണ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ കേസിലാണ് നമ്മളിത് ഇവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ട വീഡിയോയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ലാവി ലിയോൻ്റെ ചെവി ക്ലീൻ ചെയ്തതായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ചെവി ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗർ ഒരു നാച്ചുറൽ ക്ലെൻസറാണ്, അതേപോലെ ഒരു ഡിസിൻഫെക്റ്റീവും കൂടിയാണ്. അപ്പോൾ ഇവരുടെ ചെവീൻ്റെ ഉള്ളിലുള്ള ഈസ്റ്റ്, വാക്സ്, ബാക്ടീരിയാസ് ഇതിനെയൊക്കെ പ്രോപ്പറായിട്ട് നശിപ്പിക്കാനായിട്ട് ആപ്പിൾ സിഡർ വിനീഗറിന് പറ്റും. അതുകൊണ്ട് നമ്മളൊരു ഇയർ ക്ലീനിങ് സൊല്യൂഷൻ ഇവരുടെ ഇയറിൽ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം റബ്ബ് ചെയ്തിട്ടാണ് നമ്മൾ വാക്സ് ഒക്കെ റിമൂവ് ചെയ്യാറുള്ളത്. ആ ഒരു സാധനം ഇയർ ക്ലീനിങ് സൊല്യൂഷൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഇവരുടെ ചെവി ക്ലീൻ ചെയ്ത് കൊടുക്കാം ഈ ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്തിട്ട്. അത് ഡൈല്യൂട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ആപ്പിൾ സിഡർ വിനീഗർ കുറച്ച് കോട്ടൺ പാഡിൽ മുക്കിയതിന് ശേഷം ഇവരുടെ ചെവിയിലൊന്ന് തുടച്ചു കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ വാക്സ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വാക്സ് നമുക്ക് കിട്ടും. ഞാൻ ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെവി ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്തു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. രണ്ടാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഡിസിൻഫെക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ കിടക്കുന്ന ഭാഗം, ഇവരുടെ കൂട് ഇതൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനും ഇവരുടെ കൂട്ടിലും ഫ്ലോറിലും ഒക്കെ ഉള്ള ബാക്ടീരിയാസിനെയും ഫംഗസിനെയും ഒക്കെ നശിപ്പിക്കാനും ഇതിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ക്ലീനിങ് സൊല്യൂഷനൊക്കെ വാങ്ങിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഇവരുടെ കൂടും ഫ്ലോറും ഒക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. മൂന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇതിന് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഓരോന്നോരോന്ന് പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡ് മതിയാവില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ഡോഗോ കാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് കോമൺ ആയിട്ട് വരാറുള്ളത്. ഫോർ എക്സാമ്പിൾ ടിക്സ്, അതൊരു സ്കിൻ റിലേറ്റഡ് പ്രശ്നമാണ്. ഏറ്റവും കോമൺ പ്രശ്നം ഇച്ചിങ് ആണ്, സദാസമയം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് റാഷസ് വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടോ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടോ ഇവരുടെ സ്കിന്നിൽ റാഷസ് വരുന്നത്, കുരുക്കൾ വരുന്നത്, ടിക്സ്, ഫ്ലീസ് ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരുന്നത്, പിന്നെ ബാഡ് സ്മെല്ല് ഇവരുടെ ബോഡിയിൽ നിന്ന് വരുന്നത്, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ടു സെഡ് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് നാച്ചുറൽ റെമഡിയാണ് ആപ്പിൾ സിഡർ വിനീഗർ. ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഉണ്ടാവുന്ന ഡാൻഡ്രഫ്, തല മാറിപ്പോയി. ലാവിക്ക് ഡാൻഡ്രഫ് ഇല്ല, ലിയോനാണ് ഡാൻഡ്രഫ് ഉള്ളത്. ലിയോന് അതൊരു പ്രശ്നം തന്നെയാണ്, കാരണം ലിയോൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഡാൻഡ്രഫ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാമെന്നൊക്കെ ചിലർക്ക് ഡൗട്ട് ഉണ്ട്. അതായത് നമ്മൾ കോംപ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ബോഡിയിൽ നിന്ന് ഒരു വൈറ്റ് കളർ പൊടി പോലെ താഴോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇവരുടെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അത് ലിയോന് ധാരാളം ഉണ്ട്. ലിയോൻ്റെ വാലിൻ്റെ ഭാഗത്തൊക്കെ ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡാൻഡ്രഫിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് ആപ്പിൾ സിഡർ വിനീഗറാണ്. ഇപ്പം ലിയോൻ്റെ ബോഡിയിൽ ആ ഒരു ഡാൻഡ്രഫ് ഇല്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലിയോനും ലാവിക്കും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിരുന്നു. അതിലൊരു പ്രശ്നം തന്നെയായിരുന്നു ലിയോൻ്റെ ഡാൻഡ്രഫ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മാറ്റിയത് ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്തിട്ടാണ്. അല്ലേ? ഓർമ്മയുണ്ടോ? ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല. അവർ ഹെൽത്തിയാണ്, കോട്ടും ഒക്കെ ഹെൽത്തിയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇവരെ കാണാൻ ഒരു ഗുമ്മ് കിട്ടുന്നില്ല, കോട്ട് ഒരു ഷൈനിങ് തോന്നുന്നില്ല, ക്വാളിറ്റി കോട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനത്തെ ധാരാളം കമൻസ് വരാറുണ്ട്. ഇവരുടെ കോട്ട് ഷൈൻ ആവാൻ എന്താ ചെയ്യേണ്ടത്, ഏത് ഷാമ്പുവാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ലിയോ ലാവിയുടെ ഒരു സ്കിൻ സീക്രട്ട് ആണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ആപ്പിൾ സിഡർ വിനീഗർ വെച്ചിട്ട് ഒന്ന് ബോഡി സ്പ്രേ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്.
അപ്പോൾ അവരുടെ കോട്ടൊക്കെ നല്ല ഷൈനിങ് ആയിട്ടും നല്ല ക്വാളിറ്റി കോട്ടൊക്കെ ആയിട്ട് തോന്നാനായിട്ട് അത് നല്ലോണം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുമോ പെട്ടെന്ന് തന്നെ ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യണം, എൻ്റെ ഡോഗിനെ അടിപൊളിയാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോഴാണ് നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരാൻ പോകുന്നത്. കാരണം മാർക്കറ്റിൽ ഇഷ്ടം പോലെ ആപ്പിൾ സിഡർ വിനീഗർ വാങ്ങിക്കാൻ കിട്ടും. ഇതിലേതെങ്കിലും ഒരെണ്ണം പോയി പർച്ചേസ് ചെയ്തിട്ട് ഇവർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന എഫക്റ്റ് ഒന്നും കിട്ടൂല. അപ്പോൾ ആപ്പിൾ സിഡർ വിനീഗർ നമ്മുടെ ഡോഗ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെറ്റ്സിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആപ്പിൾ സിഡർ വിനീഗർ വാങ്ങണം എന്നറിയോ? ബ്രാൻഡ് ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ആപ്പിൾ സിഡർ വിനീഗർ വിത്ത് മദർ എന്നെഴുതിയത് തന്നെ വാങ്ങിക്കണം. മദർ എന്ന് കാണാൻ പറ്റും നിങ്ങൾ ആപ്പിൾ സിഡർ വിനീഗർ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് മദർ വാങ്ങിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിത്ത് മദർ ഓഫ് വിനീഗർ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ എഴുതിയിട്ടുള്ള വിനീഗറിലാണ് ഇവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് ഒക്കെ കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ വിനീഗർ യൂസ് ചെയ്യുമ്പോഴാണ് ഇവരുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയാവുള്ളൂ, ഹെൽത്തി ആവുള്ളൂ ഒക്കെ ചെയ്യുള്ളൂ. നോർമൽ ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ഉണ്ടാവില്ല. രണ്ടാമതായിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ സിഡർ വിനീഗർ സ്പ്രേ, ആപ്പിൾ സിഡർ വിനീഗർ ടാബ്ലറ്റ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഫോമിൽ ഇത് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മൾ മേടിക്കേണ്ടത് ഒറിജിനൽ ഫോമാണ്. ഒറിജിനൽ ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിക്വിഡ് ഫോം ആണ്. സ്പ്രേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളതായിരിക്കാം, പക്ഷേ അത് സ്പ്രേ ആയിട്ട് ആ ഒരു ബോട്ടിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് കെമിക്കൽസ് ഒക്കെ അതിൽ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഇനി ടാബ്ലറ്റ് ആണെങ്കിൽ തന്നെ ലിക്വിഡ് ഫോം ആയിട്ടുള്ള ഒന്നിനെ ടാബ്ലറ്റ് ഫോമിലോട്ടാക്കി മാറ്റണമെങ്കിൽ കെമിക്കൽസ് ആഡ് ചെയ്താലേ ആ ഒരു ഫോമിലോട്ട് അത് മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. എപ്പോഴും ഒറിജിനൽ ഫോം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് ഒറിജിനൽ ഫോം. ഇതിനെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഡെയിലി ബേസിൽ നമുക്കിത് ഡൈല്യൂട്ട് ചെയ്ത് അപ്പം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആവുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇത് ഡൈല്യൂട്ട് ചെയ്യേണ്ടത് അറിയാലോ 50:50 എന്നുള്ള ഒരു റേഷ്യോയിലാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഇപ്പം ആഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തത്. ഇനി ഒരു എക്സ്ക്ലൂസീവ് കാര്യം പറഞ്ഞുതരാം. ഇത് ലിയോ ലാവിയുടെ മാത്രം സീക്രട്ടാണ്. ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം, എനിക്കറിയണം നിങ്ങളിത് ചെയ്യാറുണ്ടോ എന്നുള്ളത്. ഇത്രയൊക്കെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ഇനി ആപ്പിൾ സിഡർ വിനീഗർ വെച്ചിട്ട് വേറൊരു ഐറ്റം നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങളെ കാണിച്ചു തരുള്ളൂ. പക്ഷേ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പേരാണ് ആപ്പിൾ സിഡർ വിനീഗർ ബാത്ത്. നിങ്ങൾ ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഇവരെ കുളിപ്പിക്കാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. മന്ത്ലി ലിയോ ലാവിനെ ആപ്പിൾ സിഡർ വിനീഗർ വെച്ചിട്ട് ഒരു കുളി മസ്റ്റായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഓൾറെഡി ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ള എല്ലാ പെറ്റ് പാരൻസിലോട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ.